എന്താ എന്റെ സ്ഥിതി? സ്ഥിതി എന്താ കണ്ടില്ല തന്നെ. എന്താ ഉണ്ടായത്? നമ്മുടെ 10ാം നമ്പർ ഹൗസിംഗ് കോളനി ഇല്ലേ, ഞാൻ അവിടേക്ക് ഒരു ഓട്ടം പോയതാണ്. അപ്പോൾ അവരവിടെ ആളുകൾ അവിടെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഒരു 2 പെണ്ണുങ്ങൾ വന്നിട്ട് വണ്ടി കയറി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, സാധാരണ ചോദിക്കണ പോലെ എവിടേക്കാണ് പോകേണ്ടത് ചോദിച്ചു. അപ്പോൾ അവർ വണ്ടി വിട്ടോ എന്ന് പറഞ്ഞു. വണ്ടി വിട്ടു. പിന്നെ ആ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആ തിരിവുണ്ടല്ലോ, അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇനി എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഈ വഴിക്ക് പോകാമെന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു അല്ല വേണ്ട ഈ വഴിക്കാവട്ടെ എന്ന്. അവർ തന്നെ എന്നിട്ട് അവർ 2 പേര് അതും ഇതും പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ അവരെന്നെ വഴക്കായി. അപ്പോൾ ഞാൻ വണ്ടിയുടെ നിർത്തിയിട്ടു. ഞാൻ ചോദിച്ചു ആദ്യം നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് പറ പെങ്ങളെ. ചോദിക്കണല്ലോ, ചോദിക്കണ്ടേ? അപ്പോൾ ഈ പെങ്ങളേന്ന് വിളിച്ചത് അവർക്ക് ഇഷ്ടമായില്ലായിരുന്നു. സത്യത്തിൽ ഈ ഒരു കാര്യം ചെയ്യാൻ ആ നിമിഷം തന്നെ ഒരു ട്രിക്ക് അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഈ പെങ്ങളേന്ന് വിളിച്ചത് പെങ്ങളേന്നല്ല, ഞാൻ തങ്ങളേന്നാ വിളിച്ചതെന്ന് അങ്ങോട്ട് ആക്കി സംഗതി അവിടെ തീർത്തായിരുന്നു. അവർക്ക് വെള്ളമായിരുന്നെന്നാണ് പറഞ്ഞു കേട്ടത്. ശരിയാണോ? കള്ളു കുടിച്ചിരുന്ന അവര് വെള്ളം അടിച്ചിട്ടുണ്ട് തന്നെ തോന്നുന്നത്. അവരുടെ സംസാരത്തിലൊക്കെ ഒരു ഇതുണ്ട്. അല്ല സത്യശീല, അവര് നിന്റെ അണ്ടർവെയറൊക്കെ കീറി പറിച്ചെടുത്തെന്ന് പറഞ്ഞ് തിരിച്ചു തന്നായിരുന്നാ? തന്നില്ലേ? അതല്ലാതെ ഇട്ടുണ്ടായില്ല. അവരെന്റെ മുണ്ട് പിടിച്ചു വലിച്ചു. മുണ്ട് അവരിങ്ങനെ വലിച്ചപ്പോ ഞാനത് അപ്പൊ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുകയും ചെയ്തു. മുണ്ടോര് അതൊക്കെ ആൾക്കാർ വെറുതെ പറയും. ഇത് നമുക്ക് വിടാൻ പറ്റില്ല. വിട്ടപ്പം മുണ്ട ഇനി നാണം കെട്ടില്ലേ? മുണ്ടിന്റെ എല്ലാ കൈ പ്രശ്നം അങ്ങനെ നിസ്സാരമായിട്ട് വിടരുതെന്ന്. ഇതങ്ങനെ വിടാൻ പറ്റൂല. ഇതങ്ങനെ വിടാ. ഇത് ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞു തുടങ്ങിയതല്ല. ഞങ്ങളോട് എന്ന് പറഞ്ഞാ ഞാൻ നമുക്ക് ഇനിയൊരു യൂണിയൻ വേണം. നമ്മളത് രൂപീകരിച്ചും കഴിഞ്ഞു. എന്റെ പ്യാരി കോയാക്ക സംഘടന ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? മൂപ്പര് 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. 3 പെണ്ണുങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ടാണ് മൂപ്പര് സംഘടന ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. എനിക്ക് ആ പ്രശ്നമില്ലല്ലോ. എന്റെ കുടുംബത്തിന് നല്ല സമാധാനമുണ്ട്. നല്ല തല്ല് കിട്ടാനായിട്ട് കുടുംബത്തന്നെ ആള് വേണമെന്നില്ല. അതിപ്പോ എനിക്ക് അനുഭവമായല്ലോ. പുറത്ത് 4 എണ്ണം ജാതി ഉണ്ടായാ പോരെ. പിന്നെ ഇപ്പൊ ഞാൻ പെണ്ണ് കെട്ടിയത് എന്തുകൊണ്ടാണ്? ആദ്യം കെട്ടി വെളിവില്ല, 2ാമത് കെട്ടി വിവരവും ഇല്ല, 3ാമത് കെട്ടിയതിന് ഭ്രാന്തും. അവസാനം പറ്റിയൊക്കെ ഒത്തുകൂടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കി എന്റെ അന്യത്ത് കയറാൻ വന്നപ്പോഴാണ് ഒരു നീക്കക്കള്ളിക്ക് വേണ്ടി അയൽപക്കത്തുള്ള ബന്റെ അടുത്ത് വന്നത്. ഓന്റെ സ്ഥിതി എന്താ? അതിനേറ്റ് മലപ്പ ഇത് അർത്തിട്ടിരിക്കണോന്ന് ചോക്കണ്ട, പുറത്ത് നിറച്ച് തല്ലിന്റെ പാടാ. അപ്പൊ ഈ ജാതി അംഗങ്ങൾക്കൊക്കെ ഒന്ന് ഒരു അറുതി വേണ്ട നമുക്ക്. അത് വേണ്ടേ? അല്ല സത്യശീല, നീ ഒരു കൗണ്ടർ പെറ്റീഷൻ അവർക്കെതിരെ കൊടുക്കണം. എന്തിനാ? പെണ്ണുങ്ങൾ റോട്ടിൽ വളഞ്ഞിട്ട് തല്ലിന്ന് പറഞ്ഞ് നീ പരാതി കൊടുക്കണം. അല്ല അവര് കൊടുത്ത പരാതിയിൽ നിന്നെ പിടിച്ച് അകത്തിടും. അതാണ് നിയമം. അതെ, നാറി. ഇനി ഞാൻ ഒന്നിനുമില്ല. ഇപ്പൊ ഇത് ചെയ്തില്ലെച്ചെങ്കിൽ പിന്നീട് ഇത് ഒരു വളം വെച്ചോർത്ത മാതിരിയാവും. സകല ആണുങ്ങൾക്കും തല്ല. ഇനിയിപ്പോ മാത്രല്ല പോയാക്ക ചാനലിന് വിളിച്ചിട്ടുണ്ട് അവരുടെ ചർച്ചയ്ക്ക് എല്ലാം പറഞ്ഞിട്ട്. എന്തിനാണ് ഞാനും ചെല്ലില്ലാന്ന് പറഞ്ഞു. എന്തെന്നാ ഈ ചെങ്ങായി പറഞ്ഞു? ഏടോ ചെന്ന് കാര്യങ്ങൾ പറയണോന്ന്. നിങ്ങൾ എന്താ ഈ പറയണത്? ഞാൻ ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടിയിട്ട് ചാനലിൽ പോയി നാട്ടിന് മുഴുവൻ കാണുന്നത്. അല്ലെങ്കിൽ പനക്ക് തല്ല് കിട്ടിയത് ഒരാളും അറിഞ്ഞിട്ടില്ല. ഏടാ ചെങ്ങായി ഇത് ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആൾ അറിഞ്ഞാൽ നാളെ മേലൊക്കെ ജാതി പണി നടക്കൂല. നമ്മുടെ സംഘടനക്ക് ഒരു മൈലേജും ആവും. ഒരു സംഘടന ഉണ്ടാകുമ്പോ 4 ആൾ അറിയട്ടെ. ആനക്ക് കിട്ടി തല്ലൊക്കെ ഈ എങ്ങായിക്ക കിട്ടിച്ചെങ്കിൽ ഒരു ഉപകാരത്തിൽ കഴിയുന്നു. അങ്ങനെയായിട്ട് പറഞ്ഞല്ല. അല്ല ഇത് പോണോ? ഒന്നാമത്തെ കാര്യം ഇതൊന്നും ചെയ്യണ്ട. ഈ തലയെക്കെട്ടും എൻ്റെ ഈ കയ്യും വെച്ച് അവിടെ കുത്തിരുന്നാൽ മതി. കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചോണ്ട്. പെണ്ണുങ്ങളുടെ ആയിരുന്നു നല്ല തല്ല് കിട്ടി നല്ല ശീലമുള്ളവരെന്നെ ഞങ്ങൾ.